ഹായ് കൂട്ടുകാരെ, ന്യൂസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ കുറേ നാളെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തോളമൊക്കെ ആയി കാണും കേട്ടോ. പിന്നെ ഒന്നാമത് മടിയൊക്കെ ആയതായിരുന്നു, കാരണം പിന്നെ ഫോണ് ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ചുരിദാറിൻ്റെ നെക്ക് എത്ര നീറ്റായിട്ട് ചെയ്താലും ക്ലിയർ ആയി കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്കൊരു വൈറ്റ് പേപ്പർ എടുക്കാം. A4 ഷീറ്റാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. വൈറ്റ് പേപ്പർ ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഡിസ്റ്റൻസ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം എന്ന് വെച്ചാൽ അതുപോലെ എടുത്തു കൊടുക്കാം. പിന്നെ നെക്ക് ലെങ്ത്ത് 5.5 എടുത്തിരിക്കുന്നത്. ഇനി കൂടുതൽ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം, കുറച്ചെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും 5.5 എടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും നെക്ക് റെഡിയായി കിട്ടും. നമ്മൾ ലെങ്ത്തും വിഡ്ത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെ ഒരു സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാനിതവിടെ ജോയിൻ ചെയ്ത് ഇതിനൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഈ പേപ്പറിലേക്ക് വരച്ചു കൊടുക്കണം. ഇനി സ്റ്റെപ്പാണെങ്കിൽ അങ്ങനെ, വൈഡായിട്ടാണ് അങ്ങനെ, എങ്ങനെയാണ് വീനക്കാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പേപ്പറിൽ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ത്രെഡ് കട്ടർ എടുത്തിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്ന ഭാഗത്തിലൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഞാനിവിടെ ആലില നെക്കാണ് എടുത്തിരിക്കുന്നത്. വളരെ നീറ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ചുരിദാറിലേക്ക് കൊണ്ടുവരിക എന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കുന്നത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അളവൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലോത്തിനെ എടുക്കാം. ആദ്യം നമുക്ക് നല്ല പീസിനെ എടുക്കാം. അതിൻ്റെ നല്ല വശത്തെ മുകളിൽ വെച്ച് കൊടുക്കണം. അതായത് ചീത്ത വശം വരുന്നത് മെഷീൻ്റെ മുകളിലോട്ടും വരണം, അതിൻ്റെ മുകളിൽ നല്ല വർക്കിനെ മേലോട്ടും കൊണ്ടുവരണം. ഇതാണ് ഇപ്പോൾ നല്ല വർക്ക് കേട്ടോ. അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈനിങ് പീസ് വെച്ച് കൊടുക്കുന്നത്. ലൈനിങ് പീസ് വെക്കുന്നതിൻ്റെ മെത്തേഡ് എന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ അളവിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഭാഗമാണ് നമ്മൾ നല്ല തുണിയുടെ മുകളിലായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ വരച്ച ഭാഗം അകത്തോട്ടാണ് കേട്ടോ പോയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ നന്നായിട്ട് ലെവലായിട്ട് വെച്ച് കൊടുക്കണം. നല്ല പീസിനെയും ലൈനിങ് പീസിനെയും കണ്ടോ, ഇത് നല്ല പീസും ഇത് വരച്ച ഭാഗമാണ് കേട്ടോ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ വരച്ച ഭാഗം എന്ന് പറയുന്നത്, അതായത് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് അതിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ പേപ്പറിൽ നമ്മൾ നെക്കിനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പേപ്പർ ഇതുപോലെ നന്നായിട്ട് നീറ്റായിട്ട് അങ്ങോട്ടും നീങ്ങിപ്പോവാത്ത രീതിയിൽ തന്നെ വെച്ച് കൊടുത്ത് ഒരു നീഡിൽ കൊണ്ട് കുത്തി കൊടുക്കാം. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, നീങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തുണി നല്ല പീസും ലൈനിങ് പീസും ഈ പേപ്പറും തമ്മിൽ മൂന്നും കൂടെ ജോയിൻ ആവുന്ന രീതിയിലായിരിക്കണം നമ്മളിത് പിന്നെ കുത്തി കൊടുക്കേണ്ടത്, അതല്ലെങ്കിൽ നീഡിൽ കുത്തി കൊടുക്കേണ്ടത്. അപ്പോൾ അത് കണ്ടോ, ഇതുപോലെ ഞാൻ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് പുറകു ഭാഗത്തിൻ്റെ പീസിനെയും കൂടി ഇതുപോലെ റെഡിയാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ഈ പേപ്പറിൻ്റെ ഭാഗം ഞാൻ എങ്ങനെയാണോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ആ ഒരു ഭാഗത്തിൽ കൂടി തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. ഇനി കുറച്ചൊന്ന് നമ്മൾ ആലിൽ നെക്കായതുകൊണ്ട് കുറച്ച് റിസ്ക്കാണ്. അത് അതിനനുസരിച്ച് നമ്മൾ ഷേപ്പ് വരുന്ന രീതിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് ഞാൻ കട്ട് ചെയ്തിരിക്കുന്ന അതിൻ്റെ കുറച്ച് അകൽച്ച വരുത്തിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുന്നതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇത് പാറ്റേൺ മാറിയിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ഫ്രണ്ട് പീസിൻ്റെ നെക്ക് ഞാൻ ആലിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷെ അത് വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ പുറകു ഭാഗത്തെ നെക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് കുറച്ച് തുണിയോട് ചേർത്ത്, അതായത് പേപ്പറിനോട് ചേർത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിതാ എല്ലാ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ടിങ് ഇട്ട് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ഷേപ്പിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഒരുവിധം ആളുകൾക്ക് അറിയുന്നതായിരിക്കും കേട്ടോ. തുടക്കക്കാർക്ക് മാത്രമായിരിക്കും ഇതൊന്നും അറിയാത്ത വരുന്നുണ്ടാവുക. അപ്പം ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പറിന് ഇതുപോലെ വലിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ബാക്കി വരുന്നത് അവിടെ പെൻഡിങ് ആയിട്ട് നിന്നോട്ടെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് അലക്കുന്ന സമയത്ത് അതങ്ങ് പോകും കേട്ടോ. വെള്ളത്തിൽ തട്ടുന്ന സമയത്ത് അതങ്ങ് പോകും. എന്തായാലും ഞാനിപ്പോൾ ഈ പേപ്പറെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്.
അതിനുശേഷം ലൈനിങ് പീസിനെ അകത്തോട്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ നെക്ക് ലെവലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് കണ്ടോ, ലൈൻ പീസിന് ഞാൻ അകത്തോട്ട് വെച്ച് കൊടുത്തു. അതിനുശേഷം നല്ല പീസ് നമ്മൾ കാണുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിന് ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ നെക്ക് നല്ല നീറ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്കിത് ലെവലാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനാണ് പതിച്ചടിക്കുക എന്ന് പറയുക കേട്ടോ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും യൂസായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതായത് സ്റ്റിച്ചിങ് അറിഞ്ഞിട്ടും ചുരിദാറൊന്നും സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ ഈ വീഡിയോ വളരെ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ഫുൾ വീഡിയോ വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ കമൻ്റ് അറിയിക്കാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബായ്.